അന്വേഷണത്തിൽ തൃപ്തനാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെ ആത്മഹത്യയ്ക്ക് തള്ളിവിടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അന്വേഷണത്തിൽ എങ്ങനെ തൃപ്തനാവുന്നത്? റിമാൻഡ് റിപ്പോർട്ട് തന്നെ എങ്ങനെയാണ് അവ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു? ആത്മഹത്യയ്ക്കല്ല തള്ളിവിട്ടത്, അവനെ കൊന്നതാണ്, കൊലപാതകമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നിയമവശമൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ അന്വേഷണം തൃപ്തനാവെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് എന്തൊക്കെയാണ് അന്വേഷണം കണ്ടുപിടിച്ചത്, അവർ കണ്ടുപിടിച്ചത് നമ്മൾ റിപ്പോർട്ടിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. അവർ ടി വിയിൽ ചാനലിൽ അവർ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു, അല്ല അതെടുത്തു ഇതെടുത്തു എന്ന് മാത്രമേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അവർ അന്വേഷിച്ച് എന്താണ് കണ്ടുപിടിച്ചത്, അതിലെന്തൊക്കെയാണ് അതിൻ്റെ വ്യക്തമായ തെളിവ്, അതൊന്നും എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എനിക്കറിയില്ല അവർക്ക് എന്നോട് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതും എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്കിതുവരെയും വിവരം കിട്ടിയിട്ടില്ല എന്തൊക്കെ അവർ കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, എനിക്ക് കിട്ടിയ വിവരങ്ങൾ, അതിനെക്കുറിച്ച് അവൻ ആൾക്കൂട്ടത്തിൽ നടുക്ക് വെച്ച് മർദ്ദിച്ചോ കാര്യങ്ങളും, പിന്നെ ഇന്നലെ പറഞ്ഞു അത് കണ്ടു, ഇലക്ട്രിക് ആ വയറ് മാത്രമേ കണ്ടുപിടിച്ചോളൂ, അവനെ വരിഞ്ഞു മുറുക്കാനുള്ള വയറ് മാത്രമേ കണ്ടുപിടിച്ചോളൂ. ശരി, ഇനി അവർ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ശക്തമായ കമ്പി കൊണ്ട് അവന് തലയ്ക്ക് പുറത്ത് അടി കിട്ടിയിട്ടുണ്ടെന്ന്. ആ കമ്പി അവിടെ പോയി? ആ കമ്പിയൊന്നും അവിടെ പുറത്ത് വെറുതെ വന്നതല്ലല്ലോ, അവർ ഗൂഢാലോചനയിൽ കൊണ്ടുവന്ന കമ്പിയാണ്. അപ്പോൾ ഇനി ആൾക്കാരെ തെളിവെടുക്കാനുണ്ടെന്ന് പറയുന്നു. അവർ തെളിവെടുക്കട്ടെ, തെളിവെടുത്തിട്ട് വേറെ എന്തെങ്കിലും സെക്ഷൻ അവർക്ക് കൊലക്കുറ്റോ ഏതാണ് ഇനി ചേർത്തുമായിരിക്കും അതൊന്നും നോക്കട്ടെ. ഇല്ല, ഞാനിപ്പം ഇത് റിമാൻഡ് റിപ്പോർട്ട് കണ്ടപ്പോഴേ ഞാൻ തൃപ്തനല്ല. അപ്പോൾ അവരന്വേഷിച്ചിട്ട് അടുത്ത റിപ്പോർട്ട് അടുത്ത ഒരു കുറ്റപത്രമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ FIR മാറ്റിയെടുക്കുക ഇടുക എന്ന് ചെയ്ത് നോക്കട്ടെ. അല്ല, ഇതിൽ തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിലോട്ട് പോകും. ഞാൻ അതിൻ്റെ നിയമവശം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ഒരുപാട് കോൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ സൗജന്യമായി തന്നെ ഞാനൊക്കെ ചെയ്ത് തരാം എല്ലാം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ നിയമവശവും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട്, ഇപ്പോൾ അന്വേഷണം നോക്കിയിട്ട് ഞാൻ ഒരുപാട് ലേറ്റ് ആവില്ല, ചിലപ്പോൾ 2-3 ദിവസത്തിനകം തന്നെ ഞാൻ ഉടനെ തീരുമാനം എടുക്കും. അത് വേണമെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പ്രതികളെല്ലാം കോടതിയിൽ നിന്ന് സുഖമായിട്ട് ഇറങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചിലപ്പോൾ മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഞാൻ ബാക്കിയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. ഇപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നല്ല കാര്യം, എനിക്കതിൽ ഒരു തൃപ്തിയുണ്ട്. പുള്ളിയാതെ അങ്ങനെ ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തുന്നത്. അത് ആ രീതിയിൽ പോവുകയാണെങ്കിൽ, അങ്ങനെ മുഖ്യമന്ത്രി അതുപോലെ ഓർഡർ ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്.